ഇന്ന് നമ്മൾ പറയുന്നത് കുട്ടികളിൽ ഫാറ്റ് കൊഴുപ്പ് കൊടുക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. നമ്മൾ പറയുന്നത് കൊഴുപ്പ് എന്തുകൊണ്ട് കൊടുക്കണം, അതുപോലെ എത്ര അളവിൽ കൊടുക്കണം, ഏതെല്ലാം തരം കൊഴുപ്പുകളാണ് നമ്മുടെ ഫുഡിലുള്ളത്, അതിൽ ഏതാണ് ഹെൽത്തി ആയിട്ടുള്ള കൊഴുപ്പ്, ഏതാണ് അൺഹെൽത്തി ആയിട്ടുള്ള കൊഴുപ്പ്, ഫാറ്റ്, അത് ഏതെല്ലാം ഫുഡ് പ്രോഡക്റ്റ്സിൽ നിന്ന് നമുക്ക് കിട്ടും, നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം എന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആദ്യം എന്തുകൊണ്ടാണ് ഇപ്പോൾ പൊതുവെ നിങ്ങൾക്ക് അറിയാം, മുതിർന്നവരുടെ കാര്യത്തിൽ കൊഴുപ്പ് കൊടുക്കുന്നത് അത്ര പ്രോത്സാഹനാർഹമല്ല അല്ലേ. ഒരു പരിമിതി, ലിമിറ്റ് വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവരെക്കാൾ കുറച്ചധികം ഫാറ്റിൻ്റെ ആവശ്യമുണ്ട്, പ്രത്യേകിച്ച് 2 വയസ്സിന് താഴെ. എന്താ കാരണം? പ്രധാനമായും 3 കാരണമുള്ളത്. ഒന്ന് വെയിറ്റ് ഗെയിന് കൊഴുപ്പ് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. മറ്റൊന്നാണ് ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് കൊഴുപ്പ് ഒരുപാട് ആവശ്യമുണ്ട്. അതോടൊപ്പം മറ്റൊന്നാണ് വൈറ്റമിൻ്റെ അബ്സോർപ്ഷൻ. ചില വൈറ്റമിൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തോട്ട് കയറണം എന്നുണ്ടെങ്കിൽ ഈ കൊഴുപ്പിൻ്റെ ഫാറ്റ് ആവശ്യമുണ്ട്. എത്ര അളവിലാണ് കൊടുക്കേണ്ടത്? അത് നിങ്ങളൊന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടി മനസ്സിലാക്കി വെച്ചാൽ മതി. ഏകദേശം ഒരു കുട്ടി ഒരു ദിവസം എടുക്കുന്ന കലോറിയുടെ 30 മുതൽ 40% കൊഴുപ്പിൽ നിന്നായിരിക്കണം. അപ്പോൾ മുതിർന്നവരെക്കാൾ കുറച്ചധികം കൊഴുപ്പ്, ഫാറ്റ് കുട്ടികൾക്ക് നൽകേണ്ടതുണ്ട്. അപ്പം ഏതൊക്കെയാണ് ടൈപ്പ് ഓഫ് ഫാറ്റ്സ് ഉള്ളത്? പ്രധാനമായും 3 തരം ഫാറ്റ്സ് ആണുള്ളത്. ഒന്ന് സാച്ചുറേറ്റഡ് ഫാറ്റ്, 2 അൺസാച്ചുറേറ്റഡ് ഫാറ്റ്, 3 ട്രാൻസ് ഫാറ്റി ആസിഡ്സ്. അതിൽ ട്രാൻസ് ഫാറ്റി ആസിഡ്സ് ആണ് നമ്മുടെ ഈ പൊരിച്ച കടിയിൽ, സ്നാക്സ്, ഫാസ്റ്റ് ഫുഡിലൊക്കെ ഉള്ളത്. അതെന്തായാലും കുട്ടികൾക്ക് വേണ്ട, അത് ഹെൽത്തി ഫാറ്റ് അല്ല. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് അൺസാച്ചുറേറ്റഡ് ഫാറ്റാണ്. ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് തന്നെ 2 തരമുണ്ട്. മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റും. ഈ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ് വീണ്ടും 2 വകഭേദങ്ങളുണ്ട്. ഒന്ന് omega-3 omega-6. ഇത് ഒരു പരിധി വരെ നിങ്ങൾക്ക് വളരെ കേട്ട് പരിചയമുള്ള വാക്കുകളായിരിക്കും, omega-3 omega-6 എന്നൊക്കെ ഉള്ളത്. ഈ omega-3യിൽപ്പെട്ട ഒരു ഫാറ്റാണ് DHA. നിങ്ങൾ പലപ്പോഴും പാരസെറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാകും, ഹോർലിക്സിലൊക്കെ DHA ഉണ്ട്. ഈ DHAയുടെ പ്രാധാന്യം എന്താണ്? ഒരു കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ, പ്രത്യേകിച്ച് ബുദ്ധിശക്തിയൊക്കെ നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് അത്രയും അത്യാവശ്യമുള്ള ഒരു ഫാറ്റാണ് ഈ DHA. അപ്പോൾ അതെവിടെ വരുന്നത്? പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിൽ പെട്ട omega-3യിൽപ്പെട്ട ഒന്നാണ്. അതുപോലെ EPA, ഇതെല്ലാം ബ്രെയിനിന് വേണ്ട ഫാറ്റുകളാണ്. നമുക്ക് നോക്കാം ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത്. ഇനി അടുത്തൊരു ഗ്രൂപ്പാണ് സാച്ചുറേറ്റഡ് ഫാറ്റ്. ഇത് മുതിർന്നവരെ സംബന്ധിച്ച് പൊതുവെ പറയപ്പെടുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റ് മുതിർന്നവർ കഴിക്കുന്നത് ലിമിറ്റ് ചെയ്യണം, അത്ര നല്ല ഫാറ്റ് അല്ല, ഇതാണല്ലോ കുറച്ചുകൂടി നല്ല ഫാറ്റ്. പക്ഷെ എല്ലാം ഒരു മിതമായ അളവിൽ മുതിർന്നവർക്ക് വേണ്ടതുണ്ട്. പക്ഷെ പൊതുവെ നമ്മൾ സാച്ചുറേറ്റഡ് ഫാറ്റ് നിയന്ത്രിച്ച് കഴിക്കാൻ പറയും, ട്രാൻസ് ഫാറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറയും. അത് കുട്ടികൾക്കും മുതിർന്നവർക്കും ട്രാൻസ് സെയിം ആണ്. പക്ഷേ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് അവർക്ക് കുറച്ച് ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് ബട്ടർ, നമ്മുടെ ഗീ, കോക്കനട്ട് ഓയിൽ, ഇത്തരം സാച്ചുറേറ്റഡ് ഫാറ്റുകൾ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് കൊടുക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് 2 വയസ്സ് 3 വയസ്സിനൊക്കെ താഴെ. കാരണം എന്താ? കാരണം ഇത്തരം ഫാറ്റുകൾ കുട്ടിയുടെ വെയിറ്റ് കൂടാനും മറ്റും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് ഇത് വളരെ അധികമായി കൊടുക്കാം. അതോടൊപ്പം ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ചെറിയ അളവിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് നോക്കാം ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റുകൾ നിങ്ങളെ കുട്ടികൾക്ക് ഏതെല്ലാം ഭക്ഷണത്തിൽ നിന്ന് കിട്ടും. സാച്ചുറേറ്റഡ് ഫാറ്റ് എവിടെ നിന്നാണ് കിട്ടുമെന്ന് മനസ്സിലായി. അപ്പോൾ ഇതൊക്കെ ചെറിയ അളവിൽ നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എവിടെ നിന്നാണ് കിട്ടുന്നത്? അതിന് നിങ്ങൾ ഈ ചാർട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മതി. ഇത് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്, ഇത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്. ഇത് omega-3യും ഇത് omega-6ഉം. ഈ omega-3യിൽപ്പെട്ട ഒന്നാണ് DHA. അപ്പോൾ DHA എവിടെ നിന്നാണ് കിട്ടുന്നത്? സീ ഫുഡ്സ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് DHA കുറിച്ച് അടുത്ത വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങൾ ഈ ഫോട്ടോ എടുത്ത് വെക്കുക. അപ്പം ഇത്തരം ഗുഡ് ഫാറ്റ് കണ്ടന്റ് വരുന്ന ഫുഡുകൾ കുഞ്ഞിൻ്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾ ട്രൈ ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയാണ് ഫാറ്റിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം
ഇത്തരം ഈ ഫാറ്റ്, ഹെൽത്തി ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളുടെ ഈ ലിസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ച് അത് കുഞ്ഞുങ്ങളുടെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ ഈ DHA കുറിച്ച് അതുപോലെ ഫിഷിനെ കുറിച്ച്, കാരണം DHAയും ഫിഷും ഒരുമിച്ച് പറയേണ്ടതാണ്, കാരണം DHAയുടെ പ്രധാനപ്പെട്ട ഒരു സ്രോതസ് ഫിഷാണല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഫിഷിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം.